and welcome to Comedy Masters. Yes, ഇത് പറഞ്ഞു തന്നെ നമ്മുടെ മാസ്റ്റേഴ്സും നമ്മളോടൊപ്പം തന്നെ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ജാഫറിനായിരിക്കും കൂടുതൽ പറയാനുള്ളത്. അതെ, പുതിയ സിനിമാ വിശേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാഫറല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പൊ പടത്തിൽ അഭിനയിക്കുന്ന ആള്? ഏറ്റവും കൂടുതൽ തിരക്കാണ്, വളരെയധികം. മലയാള സിനിമയിൽ ജാഫർ ഇല്ലാത്ത പടങ്ങൾ ഇല്ല. അങ്ങനെ പടം നിറച്ചുണ്ട്. പിന്നല്ല, അത് വേണം. അത് മാത്രമല്ല, ജാഫറിനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നറിയാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വളർച്ചയാണ് ജാഫറിന്റെ അഭിനയത്തിന്റെ കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഒക്കെ ഇല്ലേ, പ്ലെയിൻ ഒക്കെ പോലെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ലാൻഡ് ചെയ്യാതിരിക്കട്ടെ. ഒരിക്കലും ഇല്ല, അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പറക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ പറഞ്ഞാലോ? പിന്നെ ഇന്ന് പറക്കാൻ റെഡിയാണോ? പറക്കുമല്ലേ? അല്ല, ഇപ്പൊ പറക്കാൻ ഞാൻ എല്ലാവർക്കും ഒരു അവസരം തരാൻ പോവാ. എന്താ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പക്രുചേട്ടന് സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റേ ഈ പേപ്പർ ഇല്ലേ, പേപ്പർ കൊണ്ട് പ്ലെയിൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല, പേപ്പർ മടക്കി ബുക്കിനകത്ത് വെച്ച് കൊടുക്കുവായിരുന്നു ചെയ്യുന്നത്. ബുക്കിന്റെ അകത്ത് വെച്ചോ? പേപ്പറിൽ എഴുതി. നമ്മൾ മറ്റേ റിസ്ക് എടുക്കില്ല. മറ്റേ കേശു വീടിന്റെ നാട്ടില് മറ്റേ പ്ലെയിൻ പറക്കില്ല, അങ്ങനെ ചെയ്യില്ല. ആരോ അങ്ങനെയാണോ ഇത് പറയുന്നത്? സോറി, ആരോ ഒന്നും പറയുമല്ലേ? ഞങ്ങള് കുറെ ആരോ ഉണ്ടാക്കിയ പടത്തില് മറ്റേ ഹൃദയത്തിന്റെ ആരോ അല്ലാണ്ട് വർത്തിയിട്ടില്ല. ഇല്ലില്ല, കളിയുണ്ട്. ആരോടാ ഞാൻ ഈ ആരോ വിട്ട കാര്യം ചോദിച്ചത്? പറഞ്ഞോ. ഞാനിപ്പോ ഈ കഥ പറയുമ്പോഴത്തേക്കും ഞാനിപ്പോ അവിടെ ടേബിളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു പടം, അപ്പൊ ഒരു ഇത് കണ്ടപ്പോ ഞാൻ തൊട്ട് നോക്കിയ എന്റെ ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരന്റെ മോളുടെ കല്യാണത്തിന്റെ കുറിയാണ് വന്നേ. അവന്റെ അനിയൻ എനിക്ക് ചെയ്തൊരു പാരയുണ്ട് ആരോചിച്ച് കണക്ഷൻ വന്നു. എന്റെ സ്കൂള്, ഞങ്ങളുടെ സ്കൂള് ഗവൺമെന്റ് സ്കൂള്, മണിയാർക്കുടി ഗവൺമെന്റ് സ്കൂള്. അപ്പൊ താഴെ പള്ളി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന രണ്ട് പെൺപിള്ളേര്, പേര് പറയുന്നില്ല, ഈ രണ്ട് പെൺപിള്ളേരും ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വരുവാ. അടിപൊളി. അപ്പൊ എന്റെ വീടിന്റെ വാതിക്കെ കൂടെ ഈ സ്കൂൾ എന്റെ സ്കൂളിലേക്ക് പോകണം. അവർക്ക് വന്ന് എന്റെ വീടിന്റെ വാതിക്കെ കൂടെ പോകാൻ. അങ്ങനെ അവര് ഭയങ്കര രണ്ടുപേരും മാത്രം ഒന്നിച്ചേ പോകുള്ളൂ. കാണാനും ഭംഗിയുള്ള പിള്ളേരാട്ടോ. ഈ സ്റ്റീഫൻ ഒരാരോ ഉണ്ടാക്കി. സ്റ്റീഫനും വേറെ ഒരുത്തിന് ആരോ ഉണ്ടാക്കി. അപ്പൊ ഞാന് സ്റ്റീഫൻ സുബൈറാണ് എടുത്തിരിക്കുന്നത്. പെമ്പിള്ളേര് അവിടെ പെമ്പിള്ളേരുടെ ഈ സ്റ്റീഫ്. അപ്പൊ ഇത് ഉണ്ടാക്കണപ്പോ നമ്മള് വേറെ പണിയിലൊക്കെ ആയിരുന്നു. ഇതുണ്ടായി. ഇവനൊരു വെടിയിൽ വിട്ടു. ആരോ എങ്ങോട്ടേക്ക് പോയി? ഈ ആരോ ചെന്നിട്ട് ഈ പോയ രണ്ട് പെൺപിള്ളേർ ഒരു പെങ്കൊച്ചിന്റെ ഈ തലയിൽ ചെന്ന് കുത്തി ഇരുന്നില്ല. ഈ പെണ്ണങ്ങ് തിരിയോ, ഇവർ രണ്ടും കുനിഞ്ഞിരിഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുമല്ലേ, എനിക്ക് ഈ കേസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുവാ. വേറെ ഒന്നുമില്ല. പിന്നെ 11 മണിക്ക് വിളിക്ക് വിട്ടില്ലേ, വിളിക്ക് കുട്ടി സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. കുട്ടി സാറ് ചെന്നു, മലയാളം സാറാണ് അദ്ദേഹം. ഒരു കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ 2 പിരിയുടെ 3 പിരിയുടെ ഓഫീസിന്റെ വായിക്ക് ഇങ്ങനെ ഈ ആരോ, ഞാൻ വായ് മനസ്സ് പറഞ്ഞല്ല, അപ്പൊ ഇങ്ങനെ നിന്നു. ചതി പറ്റിപ്പോയി. ഞാനിങ്ങനെ ഇരുന്നു, അവര് കുനിഞ്ഞു ഇരുന്നു. അങ്ങനെ നമ്മള് സിനിമ കാണാറുണ്ട് തോണ്ടിട്ടിരിക്കുന്നേ. അങ്ങനെ ഒരു ആരോ പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആരോ പ്രശ്നമൊന്നുമില്ല, ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു ആരോ ഗെയിം കളിച്ചാലോ? നമ്മൾ പേപ്പേഴ്സ് തരാം, കളർഫുൾ പേപ്പേഴ്സ് തരാം. 3 പേർക്കും ഡിഫറെന്റ് കളർഫുൾ പേപ്പേഴ്സ് തരും. അതിൽ നിങ്ങൾ ആരോ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ആരോ വിടുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ എയറിൽ നിൽക്കുന്ന ആരോ, അതായത് പ്ലെയിനും ആരോ ഒന്ന് തന്നെയാണ്. ഇത് ഇങ്ങനെ പേപ്പറിൽ ഒരു പ്ലെയിൻ ഉണ്ടാക്കി വിട്ട് ഞാൻ ഈ പ്ലെയിൻ ഇത് ആരോ ഇങ്ങനെ ആരോ 2-3 ടൈപ്പ് ആരോ ഉണ്ട്. അതായത് ആരോടെ അടിയിൽ ഒരു ചെറിയ കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം? നമ്മൾ പേപ്പറോട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വരും. അതിനെ നമ്മൾ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് പ്ലെയിൻ. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പ്ലെയിൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇക്കയുടെ ഞാൻ പറഞ്ഞ കരിയർ പ്ലെയിൻ പോലെ എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, തുടങ്ങാം. പ്രേക്ഷകരെ 2 പേര് പ്ലെയിൻ ഉണ്ടാക്കി പറപ്പിക്കാൻ പോവാണ്. 2 പേരല്ല, 3 പേര്. നിങ്ങൾ 3 പേരും ഒരുമിച്ച് പ്ലെയിൻ ഉണ്ടാക്കാൻ പോവാണ്. Let's do this together. നമുക്ക് ആദ്യം പേപ്പേഴ്സ് എടുക്കാം. Papers please. പക്രുചേട്ടാ, being the man of the show, you have got 3 papers right now with you. So what are you going to do with the 3 papers? Just we will make wonderful planes. Wonderful plane you are making? Yeah, we are making. You are the teaching them? Yeah. Okay, 3 പേർക്ക് 3 plane. ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമോ? What color you need? I no need, they need. What color you need? എനിക്ക് നീ ഇഷ്ടമുള്ളതാ. ബ്ലൂ എടുത്തോ. എനിക്ക് താല്പര്യമുള്ളതാണ്. അയ്യോ അങ്ങനെയല്ല. അതാണ് ഉദ്ദേശിച്ചത്. Yes. ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി
പ്ലെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ആരോ അല്ല, പ്ലെയിൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാക്കിക്കോ. പണ്ട് ഇത് ഉണ്ടാക്കി കൊടുത്ത എത്ര കല്ലുമനസിന്റെ ഒടിഞ്ഞ രസാന്ന് അല്ല. ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്താ. പക്ഷെ മൂക്കില്ലാത്തതാ. അല്ല, പാച്ച് വർക്ക് ചെയ്തു. പാച്ച് വർക്ക് അല്ല, ഇത് കണ്ടോ, ഇതിന്റെ എൻഡ് നോക്കിയേ. പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉണ്ടാക്കിയതിനൊരു മാർക്ക് കൊടുത്തേ. ആരും ആശാൻ പഠിപ്പിച്ചു. ആശാനെ ആയിരുന്നു നല്ലത്. ഇടയ്ക്ക് വർക്ക്ഷോപ്പിലേക്കൊക്കെ ഇറങ്ങണം കേട്ടോ. പ്ലെയിനിന്റെ കട്ടിങ് കട്ടിങ് കറക്റ്റ്. കുറച്ച് വലിപ്പമുണ്ട്, അതായത് അത്യാവശ്യം ഒരു ബോയിങ്ങിന്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതെല്ലാം എല്ലാം പിടിക്കുക. ഇതിലേതാ നല്ലതെന്ന് ഓഡിയൻസ് മൂന്ന് ഷേപ്പാണ്. ഇതിൽ ആർക്ക് മാർക്ക് കൊടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട്, മാർക്കല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ഏതാന്നുള്ളത് നിങ്ങൾ പിന്നീട് നോക്കി പറഞ്ഞാൽ മതി. പിന്നെ ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. റെഡി 1 2 3. രണ്ടും കൂട്ടിയിടിച്ച് രണ്ടും ഒപ്പല്ലാതെ കൊള്ളാം. അസാധ്യ. പക്ഷെ ആവേശം ഉണ്ടായിരുന്നല്ലേ, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ എത്ര വർഷത്തിന് ശേഷമാണ് ഈ സംഭവം സൃഷ്ടിക്കുന്നത്. നമ്മൾക്ക് മക്കൾക്ക് വരെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പേപ്പർ അല്ല, ലൈറ്റ് വെയിറ്റ് പേപ്പർ ആയിരുന്നു വേണ്ടത്. അവർ കണ്ടിട്ട് പോലുമില്ല ഇങ്ങനെ ഈ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ പറ്റിയ എന്നാന്ന് പറയട്ടേക്കാം. ഇതുണ്ടാക്കുന്ന നമ്മുടെ ബുക്കുംതാളില്ലേ, ബുക്കുംതാളെന്നാ പറയണത്. അതിന് കനം കുറവാണ്. ഇതിപ്പം ഒരു കിലോ ഉണ്ട്. ഇത് ഈ ക്രാഫ്റ്റ് പേപ്പർ ആണേ. ഇത് നീ ഉണ്ടാക്കിയല്ലേ? ഇത് കുറച്ചുകൂടെ ക്രാഫ്റ്റ് പേപ്പർ ആയതുകൊണ്ട്. പക്ഷെ എന്തായാലും അതാ കുത്തിക്ക് വീഴുന്ന മറ്റാണ് പറഞ്ഞു. എന്തായാലും എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തു. കളർഫുൾ ആയിട്ട് തന്നെ എൻജോയ് ചെയ്തില്ല. നോക്കി അടിപൊളിയാ. ഒരു കാര്യം ചെയ്തോ, ഞാനിത് തന്നു വിട്ടേക്കാം. നിങ്ങൾ 3 പേരും അവിടെ നിന്ന് ഇരുന്നോ. എപ്പൊ ഞാൻ പരിപാടി നിർത്തണമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഇത് വിട്ടാ മതി. അതെങ്ങനെയുണ്ട്? 3 പേരും ഇത് കൊണ്ടുപോക്കോ. അപ്പൊ എന്തായാലും ഈ ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടുപോക്കോ. ഞാനിത് ഇവർക്ക് തന്നെ കൊടുത്ത് വിടാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് പോകേണ്ട ആവശ്യമുണ്ട്. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് കോമഡി മാസ്റ്റേഴ്സ് ഷോർട്ട് ബ്രേക്ക്. മാസ്റ്റേഴ്സ്, ഇന്ന് കോമഡി മാസ്റ്റേഴ്സിൽ നമ്മുടെ ഈ വേദിയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അല്ല 3 പേരാണ് എത്തിയിട്ടുള്ളത്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാധാരണ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളെ പറ്റി, വാട്സാപ്പ് ഗ്രൂപ്പുകളും ക്ലബ്ബുകളെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് ചിരിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ തമാശ ആസ്വദിക്കുന്നവരെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ചിരിയുടെ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ള 3 പേരെയാണ് ഇന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ഓൾ ദി 3 മെമ്പേഴ്സ് പ്ലീസ്. ഹലോ. ഇവര് ചിരിയുടെ ഒരു ക്ലബ് അല്ലേ? ചിരിയുടെ ക്ലബ്ബാണ്. നിങ്ങൾ 3 പേരുമാണോ അത് രൂപീകരിച്ചത്? 3 പേരില്ല, ഞാനാണ് ഇത് രൂപീകരിച്ചത്. നമ്മൾ പറയുന്നത് വരൂ, ഇരിക്കൂ, ഇത്തിപ്പുലം ചിരിക്കൂ. ചേട്ടന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ചിരിപുരം രവി. എന്ത് പേരാ ചേട്ടാ? ചിരിപുരം എന്നുള്ള ക്ലബ്ബ് ഇട്ടതിന് ശേഷം ഞാൻ ഇട്ട പേരാണ്. വീട്ടുപേര് ചിരിപുരം എന്നാക്കിയതാണ്. അപ്പൊ ഈ ക്ലബ്ബ് രൂപീകരിച്ചത് നമ്മുടെ ജീവിതം വളരെ സങ്കീർണമായ ഒരുപാട് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആണ്. നമ്മുടെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം. എത്ര നാൾ വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ അതുവരേക്കും നമ്മള് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിക്കുക. ചുമ്മായിരുന്നു ചിരിച്ചോളൂ. അതാണ് നമ്മളെ ഉദ്ദേശമാകുന്നത്. നമ്മൾ ചിരി എത്ര തരത്തിലുണ്ട് എന്നറിയാമോ? പുഞ്ചിരി, പാൽപുഞ്ചിരി. പാൽപുഞ്ചിരി എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വീട് ഉടനെ നമ്മൾ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ഈ സൈഡിൽ കൂടെ പാലൊക്കെ പല ഒഴുകി പോകുന്ന ഒരു ചിരിയാണ്. അതിനെ പാൽപുഞ്ചിരി എന്ന് പറയുന്നത്. പിന്നെ അട്ടഹാസച്ചിരി, അത് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ കാലത്തുള്ള ചിരിയാണത്. അതിന് അട്ടഹാസച്ചിരി എന്ന് പറയും. പിന്നെ അഹങ്കാരച്ചിരിയുണ്ട്. അഹങ്കാരച്ചിരി. പിന്നെ
അഹങ്കാര ചിരി എങ്ങനെയാ? സ്ക്രിപ്റ്റിലില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ആ, ഞാൻ sorry, നട്ടം sorry. കറക്റ്റ് ചെയ്യും. എനിക്കറിയില്ല, ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പിന്നെ പുഴുങ്ങിയ ചിരിയുണ്ട്, വിടലച്ചിരിയുണ്ട്, അങ്ങനെ ഒത്തിരി ചിരികളാൽ സമ്പന്നമാണ് നമ്മുടെ ജീവിതം. അപ്പൊ എങ്ങനെ രാവിലെ മുതൽ തുടങ്ങുമോ നിങ്ങളുടെ ഈ ചിരിയും കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല, ഞങ്ങൾക്ക് വിഷമമില്ല. ഓ, നല്ല കാര്യം. അതാണ് ഞങ്ങളുടെ ക്ലബ്ബ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്റെ ക്ലബിൽ 2 മെമ്പേഴ്സ് ആണ്. നിങ്ങളുടെ ഇതില് മെമ്പേഴ്സ് ആണ് ഇവര്. എന്റെ ആ, ക്ലബിൽ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ക്ലബില് രാവിലെ മുതൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെ ഇപ്പൊ നടക്കാൻ പോവാണെങ്കിൽ നടക്കുമ്പോ തൊട്ടേ അങ്ങ് ചിരിക്കുവോ? അപ്പൊ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു. അപ്പൊ എതിരെ ഒരു അപരിചിതൻ നമുക്ക് എതിരെ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും വിചാരിക്കണ്ട, ഒന്നും നോക്കണ്ട, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചേക്കുക. എന്നിട്ട് നമ്മൾ പാസ് ചെയ്ത് പോകും. പോയി കഴിയുമ്പോൾ നമുക്കെതിരെ വന്ന അപരിചിതൻ ചിന്തിക്കും, എടാ ആ ഊള എന്തിനാണ് എന്നെ നോക്കി ചിരിച്ചത് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്താമണ്ഡലത്തിൽ ഒരു ചിന്ത ഉണ്ടാകും. അത് അദ്ദേഹം ഒരു ദിവസം മുഴുവൻ, അന്ന് വൈകുന്നേരം മുഴുവൻ അദ്ദേഹം ആ ചിന്ത ചിന്തിക്കും. എന്തിന് ഞാൻ ഒരു അപരിചിതൻ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ നാളെ അദ്ദേഹവും ഇത് തുടരും. ഇദ്ദേഹം വേറെ തന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. അങ്ങനെ ഈ ലോകം മുഴുവൻ ചിരി പടർത്തുക എന്നതാണ് ചിരിപ്പുരൻ രവിയുടെ ഉദ്ദേശ ലക്ഷ്യം. എന്തും പറഞ്ഞോട്ടെ, അതിനൊന്നും നമ്മൾ വിഷമിക്കരുത്, നമ്മൾ ചിരിക്കുക. അങ്ങനെ അത് ബാക്കിയുള്ളവർക്ക് ഒരു ചിരി പകർന്നു കൊടുത്ത ഒരു നെറ്റ്വർക്കിംഗ് പോലെ, അതായത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോസിറ്റീവ് വൈബ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ഇത് എന്റെ ക്ലബിലെ മെമ്പേഴ്സ് ആണ്. പേരും കൂടെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ഇന്ദു ഗോപൻ. ഓ, ഇന്ദു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇദ്ദേഹം എന്റെ ക്ലബിൽ വരുമ്പോൾ ഇദ്ദേഹം വളരെ ക്രൂരനായിരുന്നു, വളരെ ക്രൂരമായ ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ചിരിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇറച്ചിവിട്ടായിരുന്നു. ഇറച്ചിവിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആടുമാടുകളെ കോടാലത്തിലോ അല്ലെങ്കിൽ കൂടത്തിലൊക്കെ അടിച്ചല്ലേ കൊല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ രീതി അങ്ങനെയല്ലായിരുന്നു. പുറംകാലിന് അടിച്ചാണ് ഈ ആടുമാടുകളെ കൊന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് കത്തി ഉപയോഗിച്ചല്ലേ ഈ ഇറച്ചി നമ്മൾ വെട്ടാറുള്ളത്. കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചല്ലേ. ഇത് അങ്ങനെയല്ല, നഖം വളർത്തിയിട്ട് ആ വളരെ ക്രൂരമായി നഖം ഉപയോഗിച്ച് ഇറച്ചി വലിച്ചു പറിച്ച് എടുത്തിട്ട് വീടുകളിൽ കൊണ്ട് വിൽക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഭയങ്കര ക്രൂരനാട്ടോ. ക്രൂരമായ സ്വഭാവമുള്ള അദ്ദേഹത്തിനെ ഞാൻ മാറ്റിയെടുത്തു. എന്റെ ചിരി ക്ലബിലൂടെ ഞാൻ നേരാണോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. നേരാണോ അത്? സത്യമാണ്. ഞാൻ ഭയങ്കര ക്രൂരനായിരുന്നു. വൈഫിനോട് സംസാരിക്കുന്നത് തന്നെ ചാടി കടിച്ചിട്ടായിരുന്നു. ഈ ക്ലബിൽ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരിക്കലും ഞാൻ ഇപ്പോഴും മറക്കാത്ത ഒരു സംഭവം ഉണ്ട്. എന്റെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കാനേ, കുഞ്ഞ് ഉറങ്ങുന്നില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട്, ചേട്ടാ കുഞ്ഞിനെ ഒന്ന് ഉറക്കി തരാൻ പറഞ്ഞു. കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ, ഇദ്ദേഹം ഒരു താരാട്ട് പാടി. പിന്നെ എന്റെ കുഞ്ഞ് ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. ഒന്ന് പാടിക്കേട്ടാ. ചേട്ടാ എനിക്ക് അടുക്കള ഒരുപാട് ജോലിയുണ്ട്, കുഞ്ഞിനെ ഒന്ന് ഉറക്കി ചേട്ടാ. ഈ ഒരു സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിനെയാണ് ഞാനിപ്പോ ഈ ശാന്ത സ്വഭാവത്തിലുള്ള. എനിക്ക് ഇവിടെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല എക്സസൈസ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒരു പാറ്റേൺ ഉണ്ടല്ലേ, രീതിയുണ്ട്. ആ രീതിയിൽ കൂടി നമുക്ക് അത് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ പാറ്റേൺ പഠിപ്പിച്ചു കൊടുക്കുമായിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയത്? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇനി വിസിലടിക്കുമ്പോ ഞാൻ ചെയ്തോളാം. ശരി, ഓക്കെ. ഇതുപോലെ വേറെ ആൾക്കാരും ഉണ്ടോ നിങ്ങളുടെ പിന്നെ ഗ്രൂപ്പില്? ഒരുപാട് അംഗങ്ങളുണ്ട്, പക്ഷെ ഞാൻ എല്ലാവരെയും കൊണ്ടുവന്നില്ല. നമുക്കൊന്ന് ചിരിക്കുന്നുണ്ടോ? ചിരിക്കാൻ താല്പര്യമുണ്ടോ? സമയമുണ്ടോ? ഞാൻ സമയം തരാം. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഒരു നോർമൽ ഫാമിലിയിൽ നടക്കുന്ന സംഭവം. നമ്മളിപ്പം ഒരു ഭർത്താവ് വീട്ടിലേക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം പറയാണ്, അടുത്ത ഒരാഴ്ചത്തേക്ക് എനിക്ക് ജോലിയില്ല. ഒരു നോർമൽ ഫാമിലിയിലാണെങ്കിൽ ഇത് ഭാര്യ എങ്ങനെ നേരിടുമെന്ന് ഇവരെ ഇപ്പോൾ എന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരും. ചേട്ടൻ വന്നോ? വന്നടി. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? 2 ആഴ്ചയായിട്ട് ഇനി നമുക്ക് പണിയില്ലടി. എന്താ പറഞ്ഞേ? ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് നോക്കി, ഒരു കൊടുത്തില്ല, നമുക്ക് പണിയില്ല 2 ആഴ്ചയായിട്ട്. ചേട്ടാ എന്താ പറയുന്നത്? പിള്ളേരെ എങ്ങനെ സ്കൂളിൽ വിടും? അവരുടെ ഫീസ് എങ്ങനെ കൊടുക്കും? അതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ ടെൻഷൻ അടിച്ച ആകെ. അതുങ്ങൾക്ക് ആഹാരം എങ്ങനെ കൊടുക്കും ചേട്ടാ? എനിക്കറിയില്ലടി. എങ്ങനെ കൊടുക്കും ചേട്ടാ? നമ്മളിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക്. നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കും? നീ എന്നെ കൂടി ടെൻഷൻ ആക്കല്ലേ. എന്തെങ്കിലും ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമല്ലോ. നമ്മൾ എന്ത് പറയാം? എനിക്കറിയാം.
ആ ഓക്കെ ഓക്കെ ആണ്. ആ കണ്ടോ ആ ഫീലിങ്സ് നിങ്ങൾക്ക് അതാ മനസ്സിലായോ? ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞപ്പോ എന്നെ കണ്ണ് നിറഞ്ഞു. നേരെ മറിച്ച് ഇവരെ എന്റെ ക്ലബിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഇവർ ഈ സിറ്റുവേഷൻ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനി കാണണം, അടുത്തായിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സിറ്റുവേഷൻ. എന്തോ ചേട്ടൻ വന്നോ? ഒരു സന്തോഷ വാർത്ത. എന്തേട്ടാ? 2 ആഴ്ചത്തേക്ക് നമുക്കിനി പണി. ചേട്ടാ നമ്മള് പിള്ളേരെ എങ്ങനെ സ്കൂളിൽ വിടും? അയ്യോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നിന്ന് അല്ല ചേട്ടാ, കുഞ്ഞുങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കും? കഴിക്കട്ടെ, പട്ടിണിടുന്ന് ചാവട്ടെ, അതല്ലേ രസം. നമുക്ക് കണ്ടു ചിരിക്കാലോ. നമ്മൾ എന്ത് കഴിക്കും ചേട്ടാ? നമുക്കൊന്നും കഴിക്കണ്ട, അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ചിരിച്ചിരിക്കാം. ചേട്ടാ വാടക കൊടുക്കണ്ടേ? ഞാൻ ആ സിറ്റുവേഷൻ ചിരിച്ചു പോയതാണ്. കൊള്ളാം കൊള്ളാം മതി ഓക്കെ. കൊള്ളാം, ഇത് കൊള്ളാം. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ വിസിൽ അടിക്കുമ്പോ ഇവർ കറക്റ്റ് അറ്റൻഷനിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന് ഓരോ ടൂളുകളുണ്ടോ? അയ്യോ ഇതെന്താ മിലിറ്ററി പോലും ഈ ചിട്ടയില്ല. ഓ ഓക്കെ ഓക്കെ. അതാണ് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. ആ ഓക്കെ, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ ടൂൾസ് എന്ന് പറയുമ്പോ എന്തൊക്കെയാ ഉള്ളത്? ഇത് നമ്മൾ പല സിറ്റുവേഷൻസും ഉപകരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിനെ നേരിടാറുണ്ട്. പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സിമ്പിൾ ഉപകരണങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കും. അതിന് ഞങ്ങൾക്ക് ഒരു വേണമെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ യെസ് പ്ലീസ്, ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഒരു ആളുടെ സഹായമുണ്ട് വേണം. ഇക്കയ്ക്ക് ജാഫ്രിക്ക ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങോട്ട് വരാവോ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിൽ 1 വർഷമായിട്ട് അവർ വാടകയ്ക്ക് താമസിക്കാം. ഇപ്പൊ ഒരു 7 മാസമായിട്ട് വാടക കൊടുക്കുന്നില്ല. അപ്പൊ ഉടമസ്ഥന് ഉണ്ടാകുന്ന ഒരു വികാരം എന്തായിരിക്കും? ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം. അത് ചോദിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അതിൽ ചെറിയ വ്യത്യാസം എങ്ങനെ വരും എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇക്കയാണ് ഹൗസ് ഓണർ. ഇക്ക നല്ല ദേഷ്യപ്പെട്ടു, കാരണം അവർ ഇതുവരെയായിട്ടും വാടക തന്നിട്ടില്ല. ഇറക്കി വിടണം അവരെ. എനിക്ക് ഇത്രയും നാളെ കുറെ കാലം തന്നിട്ടില്ല. അപ്പൊ പിസിലടിക്കുന്നു, ഞാനോട് ദേഷ്യം. അഭിനയിക്കുമല്ലേ? അഭിനയിക്കണം. ബാബാ എത്ര നാളായി വെച്ചതുണ്ട്? അത് എത്ര നാളായി വാടക? ഞാൻ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കെന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ കാശ്, കറണ്ട് ബില്ല്, ഇതെല്ലാം ഞാൻ അടക്കണ്ട. ഇപ്പം നീ വാടക കൊടുത്തോണ്ടിരിക്കുമല്ലേ? നീ എത്ര പ്രാവശ്യമായി ഈ പെണ്ണുമ്പിള്ളയുടെ സ്ഥലം കണ്ടിട്ടില്ലേ? എന്താ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ പൈസ വേണം. എത്ര മാസമായി? 8 മാസമായില്ലേ? പണിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പണിയാൻ പോകണ്ടേ? പണി ഇവിടെ നാട്ടിൽ പണിയില്ലേ? പണിയാൻ പാടില്ലേ? പൈസ ആടോ, പൈസ ആടറാ. നീ താട്ട്, നീ ഇച്ചിരി പൈസ എങ്ങനെയില്ല എങ്ങനെയില്ല ഉണ്ടാക്കി എന്തോ നിങ്ങൾ എങ്ങനെ ഭയങ്കര പരിപാടി കേട്ടോ. എന്തായിരുന്നു? ഇതാണ് ആ ഉപകരണം. അടിപൊളിയായിരുന്നു, കൊള്ളാം. ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഹെഡ് മസാജർ. കണ്ട എന്റെ ദേഷ്യം അങ്ങോട്ട് പോയി അലിഞ്ഞില്ലാതായി. അപ്പൊ എങ്ങനെ സാറേ എനിക്കും കൂടെ അങ്ങോട്ട് ചേരണമെന്നുണ്ടായിരുന്നു? ഞങ്ങളുടെ ചിരിക്കളിപ്പിക്ക് ചേരുന്നുണ്ടോ? ഞാനും ഇതാന്നേ, ഞാൻ ചുമ്മാ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഫസ്റ്റ് എക്സസൈസ് ചെയ്തു. മറ്റേ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. എന്റെ ഭാര്യ പറയാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണെന്ന്. എന്താ പറ്റിയതോ? കഴിഞ്ഞ ആഴ്ച അവിടെ അച്ഛൻ മരിച്ചായിരുന്നു. അച്ഛൻ മരിച്ചിങ്ങനെ കുളിപ്പിച്ച് തിന്നൊക്കെ കൊണ്ട് കിടത്തിയപ്പോ ഞാൻ ആ തലക്കെ പോയിരുന്നു. ഭയങ്കര ചിരിയായിരുന്നു അടക്കുന്നിടം വരെ. അപ്പൊ അവര് ബന്ധുക്കാരെല്ലാം അവിടെ പറഞ്ഞ് എന്തിനാണ് ഈ ഭ്രാന്തന്റെ കൂടി നീ ജീവിക്കുന്നത്, അവനെ ഉപേക്ഷിച്ച് കളയാൻ. അങ്ങനെ അവൾ എന്നെ ഉപേക്ഷിക്കാൻ പോവാണ്.
വരുന്നില്ല, എനിക്ക് വരുന്നില്ല, എനിക്ക് ചിരി വരുന്നില്ല, എനിക്ക് ചിരി വരുന്നില്ല. ഇനി ഞാനെങ്ങനെ പിള്ളേരെ വളർത്തും? വരുന്നില്ല. അവർക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിഞ്ഞുകൂടി പോയത്. സംഭവം എന്താണെന്നറിയോ? വൈഫിന് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു പണി ഉണ്ടായില്ല, ചിരിക്കളപ്പുമായിട്ട് നടക്കായിരുന്നു. ഇനിയിപ്പോ പണിയെടുക്കണം നാളെ തുടങ്ങി. അതാണ് ഇത്രയും സങ്കടം. അച്ഛനെ ഈ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പിള്ളേർ കളിക്കേണ്ട കാര്യമാണ്. ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം, സങ്കടം, ചിരി ഇതെല്ലാം കൂടെ കൂടി കെട്ടിയാണ് ജീവിതം, അല്ലേ? സ്ഥാനത്ത് ഇരിക്കുക, ആ സ്ഥാനത്ത് ഇരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് കരയേണ്ട വരും, അല്ലേ? അപ്പൊ കരയേ വേണം, നമുക്ക് എല്ലാവർക്കും ചിരിച്ചങ്ങ് നിർത്താം, അല്ലേ? ആശാന്റെ കോടൊന്നും വേണ്ട. താരവിളയാട്ടമാണ് ഇനി നമ്മൾ കോമഡി മാസ്റ്റേഴ്സിൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ്, ഇന്നത്തെ താരത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. കനി ചന്ദ്രത്തോപ്പ്. നമസ്കാരം. ഖനി എന്ന് പറയുന്ന മറ്റേ സ്വർണത്തിന്റെ ഖനി, ചന്ദനം, അങ്ങനെ എല്ലാം കൂടെ കടത്തിക്കൊണ്ടാണോ അവര്? കറക്റ്റ് നെയിം എന്ന് പറയുമ്പോൾ അബ്ദുൽ ഗാനി എന്നാ. ഓ, ഗാനി. മിക്രി കളിക്കാൻ പോയി, പ്രോഗ്രാം ചെയ്ത് പിന്നെ കനിയായി, പിന്നെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, കൃഷ്ണഗിരി മീഡിയ എന്ന് പറഞ്ഞു. എന്റെ ആങ്കറാണ്. തീർച്ചയായിട്ടും. എന്താണ് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്? ഒരു കുറച്ച് 3-4 സ്റ്റാറുകൾ. ശരി, ആയിക്കോട്ടെ. ആരുടെ വോയിസാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്? നസീർ സാർ. നസീർ സാർ ഉണ്ട്, മധു സാർ ഉണ്ട്, ഉമ്മൻചാണ്ടി, VS, ചിലപ്പോൾ ലാൽബിക്സും വരും ഇടയ്ക്ക്. അതെങ്ങനെ മൂടുണ്ടെങ്കിലാണോ? ശരി, എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ. നസീർ സാർ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് സൂപ്പറാണ്, അടിപൊളിയാണ്. അതിൽ ഏറ്റവും രസകരമായ 3 പേരാണ് ഇരിക്കുന്നത്. ഒന്ന് നാദിർ ഷാ, ഒന്ന് പക്രു, ജാഫർ ഇടുക്കി. താങ്കളും സൂപ്പറാണ്. മധു സാറിന് എന്താണ് പറയുള്ളത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. താനുമായിട്ടുള്ള ഒത്തുകളിയാണോ? ഒരിക്കലുമല്ല. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കണ്ടു നിൽക്കാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ഞാൻ പേടിച്ചു എന്നെ കുലുക്കാനുള്ള പണിയാണെന്ന്. എന്നാൽ ഞാനൊരു പാട്ട് പാടാം. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എല്ലാം എല്ലാം അല്ലെങ്കിൽ മധുസാറ് പോട്ടെ. ആര് പോവാൻ? ആരും പോകുന്നില്ല. എൻ്റെ അമ്മയാണ് സത്യം. അമ്മയായാലും അച്ഛനായാലും നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിൻ്റെ കിടിലം പ്രോഗ്രാമാണ്. നമ്മൾ വേണം അതിന് പ്രോത്സാഹനം കൊടുക്കാൻ. ഞാനില്ലേ പറഞ്ഞത്, ഫുള്ള് സപ്പോർട്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അതാണ് എനിക്കിഷ്ടം. ഓക്കെ, താങ്ക് യു മക്കളെ. അപ്പൊ ഇനി അടുത്ത നമുക്ക് ആരുടെ വോയിസ് ആണ് കേൾക്കാൻ പറ്റുക? ഉല്ലാസ് പന്തളം. അപ്പൊ ഉല്ലാസിന്റെ റെയിൽവേയിൽ അനൗൺസ്മെന്റ് ഉല്ലാസെണ്ണം ചെയ്താലെങ്കിൽ എനിക്കൊന്ന് നോക്കാം. ഓക്കെ, ശരി, കേട്ടു നോക്കാം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1, 2, 3, 4 പ്ലാറ്റ്ഫോം നമ്പർ 1 പാർക്ക് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം നമ്പർ 2. പറ്റിച്ചു. എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് ഓടുക. ഓടിക്കോ, എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കോ. നാണോ ഉണ്ടോ ഇവർക്കൊക്കെ? നിന്നെ എല്ലാത്തും ഞാൻ വലിച്ചു കളയും. ഗാത്രിയ വൃത്തിയാക്കിയ ഗോഡ്സേക്ക് പോയിക്കോണം. കൊള്ളാം, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത്രയും ചെയ്ത സമയത്ത് നമ്മുടെ ഉല്ലാസേട്ടനെ കൂടെ ഒന്ന് വിളിക്കണ്ടേ ഈ വേദിയിലേക്ക്? നോ, കമോൺ, കേറി വന്നോളൂ. സൂപ്പർ. ഉല്ലാസേട്ടാ, ഒന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യോ പ്ലീസ്? നിങ്ങൾ തമ്മിൽ എങ്ങനെ ശരിക്കും പരിചയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ്. എന്റെ സുഹൃത്തുണ്ട് നമ്മുടെ നൗഷാദ് പാമ്പാലി. അതിനു മുമ്പ് അഭിജിത്ത് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തുള്ള ഇവരൊക്കെ അഭിജിത്തിനെ പരിചയപ്പെട്ട അവരുടെ വീട്ടിൽ ചെന്നപ്പോ കണ്ടതാണ് നൗഷാദ് എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്കുണ്ട്. അപ്പൊ ചന്ദനത്തോപ്പിലെ എന്റെ ചങ്കുകളാണ് ഇവരൊക്കെ. ഞാൻ കൊല്ലം പാസ് ചെയ്ത് പോകുമ്പോ അവിടെ കയറാതെ ഞാൻ പോകത്തില്ല. നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതേ വോയിസിലൊന്ന് സംസാരിക്കാവോ? ഏത് ഉല്ലാസേട്ടന്റെ വോയിസിൽ തന്നെ സംസാരിച്ചു. ഫോൺ ചെയ്തു, എന്നെ വിളിക്കും. ഹലോ, കനിയാണോടാ? അതെ, ഇയാൾ അവിടെ ഉണ്ട്. ഞാൻ കൊല്ലത്തുണ്ട്. നീ എവിടെ? ഞാൻ വീട്ടിന്റെ അടുത്ത്. ഇയാൾ എവിടെ ഇരിക്കുന്നു? ചന്ദനത്തോപ്പിലെ ജംഗ്ഷൻ നിൽക്കുന്നത്. ഞാൻ നൗഷാന്റെ കടയിലുണ്ട്, പാമ്പാലിയില്. ഓ വേണ്ട, എന്നെ പറ്റിക്കാനില്ല.
താങ്ക് യു സോ മച്ച് ഉല്ലാസ് ചേട്ടാ ഇവിടെ വരെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്. ഓക്കെ, അപ്പൊ നമുക്ക് അതങ്ങ് ബാക്കി കണ്ടേക്കാം. അടിപൊളി എല്ലാവരും. കുറച്ചുകൂടെ ശരിയാക്കണം. ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ്. അപ്പം നമ്മുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ? ഉല്ലാസേട്ടനെയും സ്റ്റേജിൽ കണ്ടു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഹാപ്പി. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം, ഇത്രയും കണ്ട പെർഫോമൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? മാർക്കൊന്നും ഇല്ല ഇവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. നാദിക്കാ കനി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഉല്ലാസിന്റെ കൃത്യമായിട്ട് ഉല്ലാസിന്റെ എല്ലാ മാനേഴ്സും കൃത്യമായിട്ട് ഉല്ലാസിന്റെ ശബ്ദം മാത്രമല്ല ബോഡി ലാംഗ്വേജും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ കനി ചെയ്യേണ്ടതെന്ന് അറിയോ, ഉല്ലാസ് എങ്ങനെയെങ്കിലും ഗംഭീരമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉല്ലാസിന്റെ എല്ലാ സംഭവങ്ങളും അപ്പൊ സ്റ്റേജിൽ ചെയ്ത് നല്ല അല്ല, പ്രാർത്ഥിച്ച കുറെ പൈസ എനിക്ക് തരാറുണ്ട്, പള്ളിയിലൂടെ കിട്ടുന്നത്. ഇനി ആര് തരുമോ എന്തോ. അതെ, ഉല്ലാസിനെ ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടിയിട്ട് കനി പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും. അപ്പൊ കനി എല്ലാവിധ ആശംസകളും. ചേട്ടാ പറഞ്ഞ പോലെ തന്നെ ഈ മിമിക്രിയിൽ ചിലർക്ക് സങ്കോചം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാവൂ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കുഴപ്പമാവുമെന്നു. പക്ഷെ കനിക്ക് അതില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്തുമാവട്ടെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്ന സാധനം അങ്ങ് പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്തോ ആവട്ടെ അതേക്കുറിച്ചിട്ടൊന്നും ബോധഡാവുന്നില്ല. ആ രീതിയിൽ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ടൊന്ന് സ്റ്റേജ് നിർത്തിയാലും നമ്മൾ പൊക്കോളും. വർത്താനാണെങ്കിലും എല്ലാം അതായത് കയ്യിലുള്ള സാധനം എല്ലാം എടുത്തിട്ട് ഒന്നും ഇല്ല ഹമ്മിങ് ഇട്ടാണെങ്കിലും നമ്മൾ ജീവിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതാണ് വേണ്ടത്. അത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു രംഗത്തല്ല വേറൊരു രംഗത്ത് ഒരുപാട് മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. എല്ലാ ആശംസകളും. അപ്പൊ ഇക്ക പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. താങ്ക് യു. പിന്നെ മധു നസീർ ആ കോമ്പിനേഷൻ പറഞ്ഞത് ഞാൻ അങ്ങ് വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഇച്ചിരി ശരിയാക്കാനൊക്കെ ഉണ്ട്. അത് കുറച്ച് ശരിയാക്കണ്ടേ, ഇത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കുമ്പം അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കണം. ഉല്ലാസും താങ്കളും നിന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മാറി. ആര് പറയുന്നു അത്രയ്ക്ക് കറക്റ്റ് ആയിപ്പോയി. മനസ്സിലായില്ലേ? കറക്റ്റ് ആയിരുന്നു, മനോഹരമായിരുന്നു. അപ്പം ജാഫ്രിക്ക, അപ്പൊ നമുക്ക് ചെറിയൊരു സമ്മാനം കൊടുത്താലോ? കൊടുത്തേക്കാം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു. കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഓം ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. ഓം ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. ഓം ശത്രുദോഷ സംഹാര പ്രജുട പ്രജുട. അങ്ങനെ ഒരു വിധത്തിൽ ഈ വീടിന്റെ ശത്രുദോഷങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ജീവിതം ധൈര്യമായി മുന്നോട്ട് പോവുക. അങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ. എന്താണ് പറയുക? അതായത് നമുക്ക് ഈ ശത്രുദോഷം മാറിയ സ്ഥിതിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് വേണം. എന്താണ്? അതായത് ഈ പണം ഇരട്ടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. അതാണ് കാര്യം. തെളിച്ചു പറയണ്ടേ? അങ്ങനെ ഒരു വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രവിദ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം, നിങ്ങൾ രണ്ടുപേരും നമ്മെ നല്ലോണം വിശ്വസിക്കണം. നമുക്ക് വിശ്വാസമാണല്ലോ. ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കുമല്ലോ. തീർച്ചയായിട്ടും അനുസരിക്കും. അപ്പൊ ഇങ്ങോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ കുഴിച്ചിടണം. എന്താണ് പറയുക? പണത്തിന് വേണ്ടി അവളെ അല്ല അവിടെ വീട്ടുകാരെ മുഴുവനും ഞാൻ കുഴിച്ചിടാൻ തയ്യാറാണ്. എന്തായി പറയുന്നത്? പണം കുഴിച്ചിടണമെന്ന്? പണം കുഴിച്ചിടണമെന്നോ? 10-25 രൂപ കുഴിച്ചിട്ടാ മതിയോ? നമുക്ക് വണ്ടിക്കാശിനാ ചോദിച്ചത്. പിന്നെ നിങ്ങളിരിക്കുന്ന സമ്പാദ്യം ഇരട്ടിക്കണോ? അപ്പൊ നിങ്ങളിരിക്കുന്ന മുഴുവൻ സമ്പാദ്യം കുഴിച്ചിടണം. എത്രയാ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യം? മുഴുവൻ സമ്പാദ്യം പറയുക, പെട്ടെന്ന് പറയുക. 2-2.5 ലക്ഷം രൂപയുണ്ട് എന്റെ അലമാരിക്ക് അതൊരു 3 ലക്ഷം കൂടി ഉണ്ട്. എടുത്തോണ്ട് വരിക. ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. 5 ലക്ഷം രൂപ മതി. 5 ലക്ഷം രൂപ കുഴിച്ചിട്ടാ മതി. ഇരട്ടിക്കും. ഇരട്ടിക്കും. മാത്രം എനിക്ക് കിട്ടിയ. ഈ വീടിന്റെ കിഴക്ക് ഭാഗം എവിടെയാ? കിഴക്കെന്ന് പറയുമ്പം ഏത് ഭാഗത്ത്? ഈ ഭാഗത്തോട്ട് വരും കിഴക്ക്. ഈ ഭാഗത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. വരിക. ഈ മരത്തിന്റെ മുട്ടിൽ തന്നെ കുഴിച്ചിടാം. മരത്തിന്റെ മുട്ടിൽ? ഓ ആയിക്കോട്ടെ. വരിക. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട. ഓം സാമ്പത്തിക സാമ്പത്തിക പ്രജുട പ്രജുട.
വരിക. അതെ അപ്പോ ഈ സ്വർണം കൂടെ ഊരി അങ്ങ് കുഴിച്ചിട്ടാലോ? ഇത് നിന്നോടാരാ പറഞ്ഞ സ്വർണ്ണം? അത് മുക്കുകൊണ്ടോ അത് മിണ്ടാതെ പോ. നമ്മുടെ ഈ മന്ത്രം ഫലിച്ചിരിക്കുകയാണ്. അപ്പൊ നേരം വെളുക്കുമ്പോൾ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കും. ആണല്ലേ? പണം ഇരട്ടിക്കൂല്ലോ അല്ലേ? പണം ഇരട്ടിക്കും. പക്ഷേ മറ്റൊരു കാര്യം, ഈ പണം കണ്ടോടനെ ആക്രാന്ത മൂത്ത് അത് ചാടിക്കേറി എടുക്കരുത്. ഇന്നേക്ക് 4-ാം നാൾ അമാവാസി. ഈ അമാവാസി കഴിയാതെ ഈ പണത്തിൽ തൊട്ടാൽ മുഴുവൻ കരിഞ്ഞു പോകും. പിന്നെ രണ്ടുപേരും കൂടെ പെരുവഴി കിടന്ന് തെണ്ടേണ്ടതായിട്ട് വരും. ആണല്ലേ? നമ്മെ കുറ്റം പറയരുത് കേട്ടോ. അപ്പൊ പിന്നെ നോം അങ്ങോട്ട്. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ നോം പെരുവഴി കിടന്ന് തെണ്ടട്ടെന്നോ? അതിനാ ഉദ്ദേശം? നമ്മുടെ ദക്ഷിണ കിട്ടിയില്ല. അങ്ങനെ അത് ശരി. തരിക. ഒന്നും എണ്ണുന്നില്ല, നോക്കുന്നില്ല. പണം ഇരട്ടിച്ചല്ലേ? ഇന്നാ പിടിച്ചോളൂ. ആയിക്കോട്ടെ. ദോഷം. അപ്പൊ നന്നായി വരും. ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. എന്റെ ദൈവമേ, ഇനി പൈസ ഇരട്ടിക്കും എനിക്ക് കഴിയത്തില്ല. ആദ്യം തന്നെ എന്റെ ഈ മാല ഒന്ന് മാറ്റി തരണം. നീ ഇതെടുക്കണേ. ദൈവമേ, ഉത്തരവാദി പറയുന്നവരൊക്കെ നടന്നാ മതി. പണത്തിന്റെ മുകളിൽ കിടക്കാൻ. ഈശ്വരാ, രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചതാണേ. ഭഗവാനേ, മുറ്റം നിറയെ പണം ഉണ്ടാവണേ, പണം ഉണ്ടാവണേ, പണം ഇല്ലേ? അയ്യോ, അയ്യോ, പ്രഭുട്ടാ, 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 ഒന്ന് ഇങ്ങോട്ട് വാ. ഓടി വാ. അയ്യോ, എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇവിടെ നാക്ക് താന്നു പോയല്ലോ. ഇനി ഇവിടെ ശബ്ദം കേൾക്കണ്ടല്ലോ. എങ്ങോട്ട്? അയ്യോ, ഇങ്ങോട്ട് നോക്ക്. പണം. അയ്യോ, 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 പണം കായ്ക്കുന്ന മരം. എന്റെ ദൈവമേ, നമ്മളിനി ആരായി? ഈ നാട്ടിലെ വലിയ കോളീച്ചന്മാർ എനിക്ക് കഴിയത്തില്ല. മന്ത്രവാദി പറഞ്ഞത് എന്ത് കറക്റ്റാ. നീ അകത്ത് ഒരു ചാക്കി കിട്ടുന്നു. ആര് പറയാ? കുറച്ച് പൈസ നമുക്കങ്ങ് പറിക്കാം. ഇനി ആ ക്ലാപ്പും കൂടെ എടുത്തോണേ. ഇവിടെ ക്ലാപ്പ്. ക്ലാപ്പില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്നൂരി ഞാനിട്ട് കയറി അങ്ങ് പോകോളാം. അയ്യോ, അയ്യോ, അബദ്ധം കാണിക്കല്ലേ. അയ്യോ, അങ്ങനെ കാണിക്കല്ലേ. മരത്തിൽ കയറല്ലേ. അയ്യോ, തൊടല്ലേ. തൊട്ടാലില്ല. അമാവാസി കഴിയാതെ കയറാൻ പാടില്ലല്ലോ പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഭരതത്തിനകത്ത മോഹൻലാലിന്റെ അവസ്ഥയാണല്ലോ ദൈവമേ. എനിക്ക് തീടെ നടുക്ക് ഇരിക്കുകയും വേണം, മരണം കൊണ്ട് പറയുകയും ചെയ്യരുത്. എനിക്ക് കണ്ടിട്ടാണ് ഈ കൊതിയായിട്ട് പാടില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഈ മുറ്റം നിറയെ ഒരു പന്തലിട്ടാലോ? പന്തലിടാൻ വേണ്ടി നിന്റെ ഞാൻ വിളിക്കാൻ പറയും കേട്ടോ. നിന്റെ കെട്ടിയവരുണ്ടായി ചത്തോ? അയ്യോ, എല്ലാ സന്തോഷം കൂടെ ഒരുമിച്ച് തരല്ലേ. താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ശരി, പണം വന്ന് കയറിയപ്പോഴത്തേക്ക് നിനക്ക് എന്നെ കൊല്ലണോന്നല്ലേ? എന്റെ ദൈവമേ, ഏതായാലും പണം വന്ന സ്ഥിതിക്ക്. ഓ, നശിച്ച കാക്ക, എന്റെ നോട്ടേലെങ്ങാനും തൂറിയാ നിന്റെ ചിറക് ഞാൻ കണ്ടിച്ച് തൂറക്കളെ. പൊക്കളെ കൊടുക്കുന്നു, പൊക്കണം. അയ്യോ, പിന്നെയും കാക്ക. ഏത് കാക്ക? ആ കാക്കയല്ല, പഞ്ചായത്ത് മെമ്പർ ബഷീർ കാക്ക വരുന്നെന്ന്. എന്റെ ദൈവമേ, മുടിയാൻ വേണ്ടിട്ട് ഇന്ന് വരെ അവൻ ഈ വീട്ടിൽ കാല് കുത്താത്തവനാ. അവൻ എല്ലാ കാര്യത്തിനാണ് ഇങ്ങോട്ട് ഇപ്പൊ കയറി വരുന്നത്. നീ ഇങ്ങനെ വേറെ കാര്യം പറയാം. ഒരു കാരണവശാലും അവനിവിടെ വന്ന് മേലോട്ട് നോക്കാനുള്ള ഇടവരുത്തി കൊടുത്തരുത്. ഇവനെങ്ങാനും ഇത് അറിഞ്ഞ് ഇത് പഞ്ചായത്തിൽ ചെന്ന് പറയും ആകെ കുലുവാനോ. ഇങ്ങനെ താഴെ നോക്കിയാൽ സംസാരിക്കും. നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി കുട എടുത്തു. കൊട 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 കൊട. എല്ലാം ഉണ്ട്. വിശേഷമൊക്കെ എല്ലാം ഉണ്ട്. എത്ര നാളെ നമ്മളെ കണ്ടിട്ടല്ലേ? അതെ അതെ അതെ, ഞാനൊരു സന്തോഷം പറയാനായിട്ട് വന്നതാ. അല്ല, നിന്റെ കെട്ടികള് വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോയോ? അതെന്ത് പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞപ്പോ അതല്ലെന്ന്. പിന്നെ എടാ, നിങ്ങൾ വീടിന് ഒരു മെയിൻ്റെനൻസിന് പൈസ അപേക്ഷ കൊടുത്താൽ പിടിച്ചു കൊടുക്കാൻ കൊട അങ്ങോട്ട്. വെയിലാഘാതം വെക്കും. അതാ വേണ്ട, ഞാൻ പിടിച്ചോളാം. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മെയിൻ്റെനൻസിന് 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് വന്ന് മേടിച്ചേക്കണം. എനിക്ക് നിങ്ങളുടെ പഞ്ചായത്തിന് 10 പൈസ എനിക്ക് വേണ്ട. എനിക്ക് പൈസ വേണ്ട. എന്റെ ഇഷ്ടം പോലെ കാച്ചെന്തേലുണ്ട്. കേറുക, പറിക്കുക, താഴോട്ട് പോരുക. കേറുക, പറിക്കുക, എടുത്തോണ്ട് പോയി. അല്ല, നമ്മൾ ഈ ATM കയറിയിട്ടാണല്ലോ പൈസ എടുക്കുന്നത്. പുള്ളി കൃഷി ചെയ്യുന്നോണ്ടേ ഈ ചെടി നടുന്നതും പറിക്കുന്നതും ആ ഒരു ഓർമ്മയാണ്. സർക്കാരിന്റെ പൈസ ചുമ്മാ കിട്ടുന്നതല്ല, വാങ്ങിക്ക്. എനിക്ക് സർക്കാരും വേണ്ട, പഞ്ചായത്തും വേണ്ട, പഞ്ചായത്ത് മെമ്പറും വേണ്ട. ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാവോ? അങ്ങനത്തെ വർത്താനം പറഞ്ഞു. എന്റെ മെമ്പറാ, നിങ്ങൾ ഇന്ന് വരെ ഇവിടെ കയറി വന്നിട്ടില്ല. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ കയറി വന്നിട്ട് കാര്യം? ഇത് പറയാണ്ട് വന്നതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പൊ നമ്പർ അടിക്കാനായിട്ട് വന്നതാ. ഈ നമ്പർ ഒന്നും ഇവിടെ ചെലവാകത്തില്ല. വല്ല കോമഡി ഷോറ്റ് അടിക്കുവാണെങ്കിൽ 10 മേടിച്ചിരിക്കും. അതല്ലെന്ന്. പിന്നെ ആനക്ക് വ്രതമോ? അനധികൃതം എന്നാണോ? അതാണ്, അത് തന്നെ. അനധികൃതമായിട്ട് നിങ്ങൾ ഇവിടെ ഈട്ടിമരം നട്ടിട്ടുണ്ടോ? ഇത് സർക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വെച്ച് അതിന് നമ്പർ ഇടാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് പഞ്ചായത്തിൽ നിന്ന് വന്നത്. എന്നാന്നറിയോ, ഇപ്പൊ നമുക്ക് ആ മരം ഒരു കാര്യം ഇന്ന് പോട്ടെ, ഒരു മറ്റന്നാൾ ഇങ്ങ് വാ.
ഒരു 4 ദിവസം അമാവാസി കഴിഞ്ഞ് വന്നേരം നമുക്ക് നമ്പർ ഇട്ടാ പോലെ. അതൊന്നും പറ്റത്തില്ല, ഇപ്പൊ തന്നെ നമ്പർ ഇടണം. പഞ്ചായത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം, നിങ്ങളുടെ വാർഡിൽ ആരെങ്കിലും ഈ ഈട്ടി മരമോ ചന്ദനമോ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്പർ ഇട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. എന്റെ പൊന്നി ദൈവമേ, ഏത് നേരത്താണോ ഇതെല്ലാം കൂടെ വന്ന് കയറാൻ വേണ്ടി വന്ന് മെമ്പർ ഇത് പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് വാ, ഞങ്ങൾ അതൊന്ന് പറിച്ചോട്ടെ. ഇതൊന്നും അയ്യോ, എനിക്ക് കഴിയല നിങ്ങളുടെ ചിലത്. ഇവള് അടുപ്പയില് മുളക് പൊട്ടിച്ച് വെച്ചേക്കുവാ, എനിക്ക് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോണം. അതിന് മുമ്പ് നിങ്ങൾ അങ്ങ് പൊക്കോളാനായി പറഞ്ഞത്. നടക്കത്തില്ല. എന്ത് പറ്റി നിങ്ങൾക്ക് ആകപ്പാട്? എന്നാത്തിന് എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ഉണ്ട്, അതിലേറെ പൈസ ഉണ്ട്. ഇനി എനിക്ക് പൈസ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. എടാ, നീ പൈസക്കാരും മുഴുവൻ പറയാനായിട്ട് ഞാൻ ചോദിക്കട്ടെ, നീ ഈ പണം കായ്ക്കണ മരം വല്ലതും നട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി? അയ്യോ, ഓടി പറഞ്ഞേ, മെമ്പർ എന്നെ കൊത്തിക്കൊല്ലാൻ വേണ്ടി നിന്നെ വെട്ടിക്കൊല്ലാനല്ലോ, നിന്നെ വെട്ടിക്കൊല്ലാനല്ലോ. നിങ്ങൾ ഈ മരത്തിൽ എനിക്ക് നമ്പർ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് എന്തിനാ ഈ നമ്പർ നമുക്ക് വേണ്ട. മെമ്പർ പോയിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അമാവാസി കഴിഞ്ഞിട്ട് നിന്റെ സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്പർ ഇട്ടില്ലെങ്കിൽ ഈ നമ്പറിന്റെ കാര്യം. അയ്യോ മെമ്പറേ, എന്റെ ദൈവമേ, നീ ഒരു കാര്യം ചെയ്യ്. ഈ പുള്ളി ഇത് കണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. നീ വെള്ളമല്ല, നീ മമ്മട്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ഇതിനെ കുഴിച്ചു പോടാ. മെമ്പറേ, 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 ഈ വെള്ളം കുടിക്കണം. അയ്യോ അയ്യോ അയ്യോ, തൊടല്ലേ. എന്റെ വാർഡില്, എന്റെ പഞ്ചായത്തില് പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പത്രക്കാരെ വിളിക്കണം, ടിവിക്കാരെ വിളിക്കണം. അതുകൊണ്ട് എനിക്ക് ഞെളിഞ്ഞ് നിന്ന് ഇതിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഫ്ലക്സ് അടിക്കണം. ഫ്ലക്സ് ഇങ്ങനെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറരുത്. 10 പേര് അറിയരുത്. അതുകൊണ്ടായി പറഞ്ഞത്. അറിയും. ഇത് പഞ്ചായത്ത് മുഴുവൻ അറിയിക്കണം. എടാ, ഇത് മൊത്തം ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പണം കായ്ക്കണ മരം, പണം കായ്ക്കണ മരം. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്നറിയോ, ഇത് 10 പേര് അറിഞ്ഞ് ഇവിടെ എല്ലാം പറിച്ചോണ്ട് പിന്നെ ഞങ്ങൾ പാപ്പറായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആരോട് പറയരുത്. ഞാൻ പറയും. അല്ലെങ്കിൽ വന്നേ, ഒരു ചില്ല ഇങ്ങ് തരാവോ? ഏത് ജില്ലയാ വേണ്ടേ? കോട്ടയം വേണോ, എറണാകുളം വേണോ, തൃശ്ശൂർ വേണോ, ഏതാ വേണ്ട? അവിടെ ചെന്ന് പൊക്കോ. അതല്ലെന്ന്, പിന്നെ മരച്ചില്ല. ആരും മരിച്ചില്ലെന്നല്ലെന്ന്. പിന്നെ ഒരു ശിഖരം എനിക്ക് വേണം. ഏത് ശിഖരം? ഇങ്ങോട്ട് കിടക്കണം, 2000 ശിഖരം കിടക്കണം. അങ്ങോട്ടുള്ള ശിഖരം ഞാൻ എടുക്കും. അതൊരു കാര്യം, നിങ്ങൾ 50 ശിഖരം എടുത്തു. 50 എനിക്ക് വേണ്ട, 2000 ശിഖരം. അല്ലെന്ന്, അത് മൂത്ത 2000 ആയിക്കോളും. 2000 ആയാലോ? വേണ്ട. പറിക്കരുത്. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതായത് ഞങ്ങൾ ഒരു മന്ത്രവാദിയെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരത്തെ പണം ഉണ്ടായത്. 10 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അവരുടെ കയ്യിലാവൂല്ലോ. അത് മാത്രമല്ല, അമാവാസി കഴിഞ്ഞ് ഇത് പറിക്കാൻ പറ്റുള്ളൂ. പറയില്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. ഉറപ്പുള്ള ഇച്ചിരി പൈസ ഞാൻ തരാം. ഇച്ചിരി. എന്നാ ഒരു കാര്യം ചെയ്യണം, ഇത് മറ്റുള്ള തെണ്ടികൾ കാണരുത്. എന്നാ ചെയ്യാൻ പറ്റും? റംബൂട്ടാൻ ഇടണ കവർ കൊണ്ടിട്ടുണ്ട്, അത് മേടിച്ചാൽ കിട്ടാൻ മതി. ആരെങ്കിലും ചോദിച്ചാൽ റംബൂട്ടാൻ പടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ പടുത്ത അങ്ങ് കെട്ടിയാലോ? പടുത്ത പിടിച്ച് അങ്ങോട്ട് കയറ്റിയാലോ? നമുക്ക് അങ്ങ് മൂടിയാലോ? അതാരോ എല്ലാം പൊളിഞ്ഞ് നശിച്ച് നാറാണക്കല്ലോ. ഇങ്ങോട്ട് വന്നേ, ഇച്ചിരി പൈസക്ക് ടൈറ്റ് വന്നപ്പോ ഈട്ടിമരമല്ലേ, ഇതങ്ങ് മുറിച്ചങ്ങ് വിറ്റാ ഇച്ചിരി പൈസ കിട്ടുമല്ലോ. സർക്കാർ അറിയാതെ കൊടുത്താൽ കുറച്ചുകൂടെ പൈസ കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അടുത്ത് ഒരു മരംപെട്ടുകാരൻ വന്നപ്പോഴത്തേക്കും ഇത് മുറിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി അഡ്വാൻസ് പൈസ മേടിക്കുകയും ചെയ്ത് അവൻ ഇത് മുറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യും? അയ്യോ, അവൻ അറിഞ്ഞാ പ്രശ്നമാവും. ഒരു കാരണവശാലും മേലോട്ട് നോക്കിക്കരുത്. ഓക്കെ. എന്റെ പൈസ ഞാൻ കൊടുക്കത്തില്ല. കൊടുക്കില്ല. എന്നെ ഇറങ്ങി ഞാൻ മരം മുറിക്കാൻ വന്നതാ. മണം മുറിക്കാനോ? അഡ്വാൻസ് വണ്ടി വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ആണോ? നീ വന്നേ. ഞങ്ങള് എല്ലാരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്ത് ആ മരം മുറിക്കുന്നില്ലെന്ന്. മരം മുറിക്കുന്നില്ലെന്നോ? അതെന്താ പരിപാടിയെ? അല്ല, ഇപ്പം മരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. 4 പൈസ പോയാൽ ഇപ്പൊ കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, ഈ മരം മുറിക്കാൻ നിങ്ങളുടെ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. ഉണ്ടല്ലോ, ലൈസൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ മരം വെട്ടാൻ പറ്റത്തില്ല. ഈ മരം വെട്ടണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം. മരം വെട്ടുന്ന സാങ്ഷൻ എന്തിന്?
ഓടാനിരിക്കും ഇത് പറ്റിയാ പോരെ. പെടലി അങ്ങ് വെട്ടി അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ മുതലയുടെ പെരപണി നടക്കുക. ഈ മരം കൊണ്ട് ചെന്നിട്ട് വേണം മുതലേക്ക് വീട്ടകത്തോട്ട് കയറാൻ. ഈ മരത്തിനകത്ത് വീടൊക്കെ നിന്റെ മുതലാളിയാണ് അണ്ണാനാണ്. അതല്ലത്, ഇത് മുറിച്ച് വാതിലെ കട്ടലടച്ചിട്ട് വെച്ചിട്ട് വേണം മുതലേക്ക് അതിലൂടെ ആത്തോട്ട് കയറാൻ. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ മരം മുറിക്കും. ഞാൻ മരം മുറിക്കും. ഞാൻ മരം മുറിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ ഒരു മരം ഉണ്ടോ, അത് വേണമെങ്കിൽ മുറിച്ചോ. അതായത് മരം കൊടിമരം അത് മുറിച്ച് കളയുന്ന ഓർത്തോണ്ടിരിക്കുവേ. വേഗം മുറിക്കല്ലേ. ഞാൻ മരം മുറിക്കുമെന്ന് പറഞ്ഞില്ലേ. മരം മുറിക്കണ്ട, 4 ദിവസം കഴിഞ്ഞ് പോയി പൈസ കൂടി ഇറങ്ങുന്നത്. അതിലപ്പോ ഇഷ്ടം പോലെ പൂത്ത പൈസ ഉണ്ടല്ലേ. ഇച്ചിരി പൈസ ഒക്കെ കിട്ടുക. അല്ല, ഞാൻ അറിയാവുന്നത് ചോദിക്കുക, അതിവിടെ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ? ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നേരെ വിട്ടോ. ഈ തരാനുള്ള ബാക്കി പൈസ ഇല്ലേ, ആ പൈസ നിങ്ങൾ എടുത്തോ. 4 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഈ മരത്തില് പഴം. ഞാൻ ഒരുപാട് മരം മുറിക്കാൻ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മരത്തിൽ പഴം കണ്ടത്. ദൈവത്തെ ഒരു ഒറ്റക്കാട് വെള്ളം വെക്കല്ല, നാട്ടുകാർ കയറി വന്ന് ഇതൊന്നും കിട്ടത്തില്ല. ശരി, ഇതായിരുന്നു തന്നെ മരം മുറിക്കാൻ സമ്മതിക്കാത്തത്. ഞാൻ ഇത് മുറിക്കും. ഞാനിത് മുറിച്ച പൈസ എടുത്തിട്ട് തടിക്കാൻ മുതലാളിക്ക് കൊടുക്കും. ഞാനൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കി. നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ഈ പൊന്നും കൊടുത്തിട്ട് മുറിക്കരുത്. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഈ പറ ഞാൻ മുറിക്കും. അയ്യോ, എന്റെ കൈ കാലം കിടക്കടാ പറയണേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പറിക്കാൻ പറ്റത്തില്ലെന്ന്. അതെന്താ പറിക്കാൻ പറ്റില്ല? 4 ദിവസം കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് ഇത് പറിക്കാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പേ ആരെങ്കിലും കയറി പറിച്ചാൽ ഈ മരം കരിഞ്ഞു പോകുന്നു. എന്റെ പ്രഭുണ്ട മുട്ടാപ്പൊക്കെ ന്യായം പറയുന്നത്. മെമ്പർ കയറുന്നത് പറിക്കുന്നുണ്ട്. ഇത് പറിച്ചു കഴിഞ്ഞാൽ ഈ മരം കരിഞ്ഞു പോകുന്നു. എന്റെ ദൈവമേ, എന്റെ മരം എല്ലാം കൂടെ പോകുന്നു. നിർത്തിക്കേ. ഇത് കള്ളനോട്ടാണാവേ. കള്ളനോട്ടാണ്. കള്ളനോട്ടോ? ഓടാ, ഒറിജിനൽ നോട്ടല്ലേ ഇത് കണ്ടോ? ഇതിനകത്ത് ഗാന്ധിജിക്ക് കണ്ണാടി ഇല്ലെന്ന്. ഇതിനകത്ത് കണ്ണടയുണ്ട്, ഗാന്ധിജി കള്ളനോട്ടാ. ഇതിനകത്ത് ഒന്നുമില്ല. എന്റെ ദൈവമേ, എല്ലാം നശിച്ചു പോയല്ലോ. മൊബൈൽ എടുത്തോണ്ട് പാടി. ഫോൺ എടുത്തോണ്ട് പാടി. ഫോൺ എടുത്തോണ്ട് മന്ത്രവാസി കേട്ട കൈ കിട്ടിയാണ്ടല്ലോ, അവനെ ഞാൻ വലിക്കാൻ കീറും. ആ മന്ത്രവാദിയുടെ മൊബൈൽ പൈസ എന്റെ 6 ലക്ഷം രൂപ ഞാൻ കുഴിച്ചതായി ഇടയ്ക്കാൻ വേണ്ടി. ഇപ്പൊ 6 ലക്ഷം രൂപയും ഇല്ല, അതിട്ടോണ്ട് പോയ ബാഗും ഇല്ല, മരത്തിലാണ് കള്ളപ്പെടും. ഈ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം മെമ്പറെ? നിങ്ങളുടെ അത്യാഗ്രഹം കാരണം പറ്റിപ്പോയതാ. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പണം കാഴ്ച മരം ഉണ്ടല്ലോ, അത് വെട്ടി മുറിച്ച് ഇവന് കൊടുക്കുക. അവൻ ആ പൈസ തരും. അതുകൊണ്ട് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാനോ. ജയിലിൽ പോകുന്നെന്തിനാ ഈ കഥക്കിറക്കോ? ഞാൻ എന്തിനാന്നോ? എടാ, കള്ളനോട്ട് കൈവശം പറ്റപ്പോൾ ജയിലിൽ പോകണ്ടേ? നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ എല്ലാം ഹാപ്പി ആയിട്ട്, മറ്റേ ക്ലബ്ബ് ഓർമ്മയുണ്ടല്ലോ, ചിരിയുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എങ്ങനെ അയ്യോ, എന്നാ ശരി, ഞാൻ പോവാ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.